ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അടുത്തൊരു വീട്ടിൽ നിന്ന് കുറേ ചെമ്പരത്തിപ്പൂ കിട്ടിയായിരുന്നേ, നല്ല ചെമ്പരത്തിപ്പൂ. അപ്പോൾ നമ്മുടെ താളിയൊക്കെ അരയ്ക്കുന്നതേ, അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ എല്ലാം ഒരുക്കുവാണ്. എന്തിനാണെന്നറിയാവോ? ചെമ്പരത്തി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ. ഞങ്ങളിവിടെ മിക്കപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആണെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ നേരത്തെ ഇട്ടിരുന്നൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ചിലർക്കത് ആവർത്തന വിരസതയായിട്ട് തോന്നാം. അപ്പോൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോട്ടെ എന്ന് ഓർത്തോണ്ടാണ് നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കാറ്. കാരണം ഈ ദേഹത്ത് ഭയങ്കരമായിട്ട് ചൂടുകുരുവൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ശരീരത്ത് നല്ല തണുപ്പ് കിട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പം മലശോചനയ്ക്കൊക്കെ നല്ലതാണ്. ചേച്ചിയും കുഞ്ഞാവയും കൂടെ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ പറിച്ചുകൊണ്ട് വന്നായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുള്ളേ. അപ്പോൾ കുഞ്ഞായും പപ്പയും ചേച്ചി എല്ലാവരും കൂടി ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഒരു ഇതള് മാത്രം കിട്ടിയില്ല. നമ്മൾ ഈ പണ്ട് ഇങ്ങനെ ഇതിൻ്റെ പൂവിൻ്റെ ഇതളെടുത്തിട്ട് ഇങ്ങനെ വീർപ്പിച്ചിട്ട് നെറ്റിയിൽ വെച്ചിട്ട് പൊട്ടിക്കില്ലേ, അങ്ങനെ പൊട്ടിച്ച് നോക്കുക കേട്ടോ. കുറേ നാളായി, പഴയ ഓർമ്മ. അപ്പം ചെയ്ത് നോക്കുക. കുഞ്ഞാണെങ്കിൽ ഇതന്നെ ഈ ചോവ്യാൻ്റി കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒച്ച വെക്കുന്നുണ്ട്. അവന് ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ കാണിക്കുക, ഹലോ ഗൈസ് എന്ന് അത് എന്നെ കാണിക്കുന്നൊക്കെ പറഞ്ഞ് എൻ്റെ ചുറ്റും വല വെക്കുമായിരുന്നേ. എന്നിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് പറയുക. നേരത്തെ ഇവൻ എപ്പോഴും നമ്മുടെ വീഡിയോയിലെല്ലാം കാണാറുണ്ടായിരുന്നു. അപ്പോൾ മമ്മിയാണെങ്കിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തോണ്ട് വന്നു. കുറച്ച് ഇലകളെല്ലാം മുക്കിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് ഭാഗമാണ്. അപ്പോൾ ഈ ഒരു നല്ല ഒരു കളറാട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഒരു സാധനം കൂടെ, 2 സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ടേ. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ ചേർക്കണം. ഇതിപ്പോൾ നാരങ്ങ ചേർത്തിട്ടില്ല, ജസ്റ്റ് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളാക്കിയിട്ട് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം നാരങ്ങ ഇല്ലെന്നാണ് ഓർത്തത്. അത് കഴിഞ്ഞിട്ട് തപ്പി നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരെണ്ണം കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അതിലെ ഇതളുകളും എല്ലാ സംഭവവും നമ്മൾ ആദ്യം എടുത്ത് മാറ്റിയായിരുന്നു. ഇട്ട് അതിൻ്റെ കളറുകൾ ഫുള്ളും വെള്ളത്തിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കതെടുത്ത് മാറ്റാം. ഇത് കുപ്പി ഗ്ലാസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായേനെ. ഈ നാരങ്ങ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട്. നല്ല സൂപ്പർ കളറാണ്. ഇനിയിപ്പോൾ അത് ചെയ്യുന്ന കാണിച്ചു തരാവേ. നല്ല ടേസ്റ്റൊക്കെയാണ്. ഇതിൻ്റെ കൂടെ കറുവാപ്പട്ടയും ഒക്കെ ഗ്രാമ്പൂവും കൂടെ ചേർക്കുവാണെങ്കിൽ വേറൊരു അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കാനും നല്ല കുടിക്കാനും നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പയ്ക്ക് നാരങ്ങ പിഴിയണമെന്ന് പറഞ്ഞ് ഒച്ച വെച്ചോണ്ട് അവനെയും കൂടെ കയ്യിൽ ചേച്ചി പിടിച്ച് ചെയ്യിക്കുകയാണ്. ഇനി അത് നമുക്ക് ഇളക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും ചേർത്ത് ഇത് കുടിക്കാം കേട്ടോ. അത്ര പരിപാടിയുള്ളൂ. വേഗം ശരിയാക്കി എടുക്കാം, നമുക്ക് എളുപ്പമാണ്. ഇവിടെ കൂടുതലും പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എനിക്കാണെങ്കിൽ അതിൻ്റെ കൂടെ ഉപ്പ് പഞ്ചസാരയും കൂടെ ഇത് നല്ല ഒരിതാണ്. കാരണം നമുക്ക് ആ ഒരു നാരങ്ങയുടെ ഫ്ലേവറും കൂടെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഉണ്ടാക്കിയത് തികയാത്തതുകൊണ്ട് രണ്ടാമത് ഒന്നും കൂടെ ഉണ്ടാക്കി. അതിൻ്റെ കളർ ചേഞ്ച് ആട്ടോ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ആദ്യം ഉണ്ടാക്കിയത് മറ്റേ ചുവന്ന കളറിൽ നമ്മൾ നാരങ്ങ ആഡ് ചെയ്തത്. ഇതിപ്പോൾ നാരങ്ങ ചേർക്കാതെ വേണ്ടി ഈ ഒരു കളറായിരിക്കും ഉണ്ടാവുക. ഗ്ലാസ്സിൽ ഒഴിച്ചാലേ നമുക്ക് ശരിക്കും മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചത് നാരങ്ങ ചേർത്ത് ഉണ്ടാക്കി വെച്ച് അതിൻ്റെ കളർ ചേഞ്ചും അല്ലാത്ത അതിൻ്റെ കളറും ഇതാണ്. അതും ചെമ്പരത്തിപ്പൂവിൻ്റെ തന്നെയാണ്. നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ച ആ നാരങ്ങയുടെ ഇത് തന്നെയാണ്. വലിയധികം നാരങ്ങാനീര് കിട്ടാനില്ല, എന്നാലും കുറച്ച് നോക്കണം. വേറൊരു നാരങ്ങയുടെ മുറിക്കഷ്ണം ഉണ്ട്, അത് വേറൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കുക. അപ്പോൾ കുറച്ച് നാരങ്ങാനീര് ചെന്നുള്ളെങ്കിലും അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ഉണ്ടോ. നമ്മൾ ഹാഫ് നാരങ്ങ ചേർക്കുവാണെങ്കിൽ മറ്റേ അതിൻ്റെ ആ ഒരു കളറ് തന്നെ വരുവേ. ചെറിയൊരു മാറ്റം വന്നു ഇതിൻ്റെ അകത്ത്. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങൾ അതുകൊണ്ട് മിക്കപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാറൊക്കെ ഉണ്ട്. കുഞ്ഞായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവന് ആദ്യം കൊടുക്കുക. അവന് മിക്കപ്പോഴും കുടിക്കാറുള്ളതാണേ.
ഇടയ്ക്ക് ഒരു നാരങ്ങയുടെ പുളിയൊക്കെ ചേർക്കുന്നത്. അവന് വലിയധികം പഞ്ചസാരയൊക്കെ ചേർക്കാണ്ടാണ് നമ്മൾ കൊടുക്കണേ. ചെറിയ തോതിൽ പഞ്ചസാരയൊക്കെ ആണെങ്കിലും ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ചെമ്പരത്തിപ്പൂവൊക്കെ വെറുതെ കളയാതെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ലതാണ്, സ്കിന്നിനൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുടിക്കാൻ വേണ്ടി എടുത്തേക്കണേ. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ എനിക്കതാണ് ഇഷ്ടം, ഉപ്പും പഞ്ചസാരയും കൂടി. അതായിരുന്നു വേണ്ടത്, ആത്മാർത്ഥമായിട്ട്. സൂപ്പറാണല്ലേ, സൂപ്പറാ. കളയാതെ കുടിക്ക. കുഞ്ഞാപ്പി പറഞ്ഞ അതിനൊരു അപ്പിയില്ല, സൂപ്പറാണ്.